മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായ വൈകാരിക താല്പര്യങ്ങൾ അവനിൽ വെച്ചിട്ടുണ്ട്. അതിന് പുറമെ അവന് ഗളബ് എന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ട്. വൽ ഖദിഅ, ചതി, വഞ്ചന, അതും അല്ലാഹു വെച്ചിട്ടുണ്ട്. അവൻ്റെ ഉള്ളിലുണ്ട്. കശയാത്തിൻ, പിശാചിനെ പോലെ തന്നെ മനുഷ്യൻ സ്വതന്ത്രനാണ്. മനുഷ്യൻ സ്വതന്ത്രനാണ്. ولكنه جعل فيه الاستعداد للصفاء باستعمال العقل كالملائكة. പക്ഷെ അതേ സമയത്ത് അവനിൽ ഗളബുണ്ട്, ചതിക്കാനുള്ള ഒരു ത്വര, ചതിക്കാനുള്ള ഒരു പ്രത്യേകമായ ഖുവ്വത്തുൽ ചദവിയ്യ, ചതിക്കാനുള്ള ഒരു പ്രത്യേക അഭിവാഞ്യ, ഒരു പ്രത്യേകമായ കഴിവ്, ചതിക്കുക എന്ന ചിന്ത. പിശാച് അങ്ങനെയാണ്, ചതിയനാണ്. അത് മനുഷ്യനും വരും, മനുഷ്യന്മാർക്കല്ല. പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗളബ് വരും, ദേഷ്യം. മനുഷ്യന് ഗളബ് വരും, അങ്ങനെ പലതും വരും. അതേ സമയത്ത് വലാകിന്നഹു ജഅലല്ലാഹു ഫീഹിൽ ഇസ്തിഅദാദ ലിസ്സഫാഇ, അതേ സമയത്ത് അവിടെയൊക്കെ ശുദ്ധീകരിച്ച് കയറിയിട്ട് യഥാർത്ഥത്തിൽ എത്തിച്ചേരാനുള്ള ഒരു വസ്തുതയും സ്വഫാ, ഒരു ശുദ്ധീകരണം. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു മനുഷ്യന് ബുദ്ധിയിലൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവന് ശുദ്ധീകരിക്കാനും കഴിയും, ചതിക്കാതിരിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? ചതിക്കാതിരിക്കാൻ കഴിയും. ചതിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ചതിക്കാതിരിക്കാനും കഴിവുണ്ട്. ഒളവുണ്ടെങ്കിൽ ഒളവിനെ പിടിച്ചു നിർത്താൻ കഴിവുണ്ട്. വികാരമുണ്ടെങ്കിൽ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിവുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു മനുഷ്യന്? അതൊക്കെ രണ്ടും ഉണ്ട്. അതിൽ തെരഞ്ഞെടുപ്പിനുള്ള ബുദ്ധിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മനുഷ്യൻ മലക്കിനെ പോലെയാവും ശുദ്ധീകരിച്ചാൽ എന്നല്ല, ചിലപ്പോൾ മലക്കിന്റെ മേലെയാവും. പിന്നെ ആ വാക്ക് പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മലക്കിന്റെയും പിശാചിന്റെയും ഇടയിലുള്ളൊരു ജീവിയാണ്. അവൻ ഇങ്ങോട്ടും ചേരാ ഇങ്ങോട്ടും ചേരാ. 2ാം ക്ലാസ്സിലുള്ള കുട്ടി 1ന്റെയും 3ന്റെയും ഇടയിലുള്ളൊരു കുട്ടിയാണ്. ഈ കുട്ടിക്ക് ഇനി 3ലേക്ക് ചേരാം, 1ലേക്കും ചേരാം. അടുത്ത കൊല്ലം 1ാം ക്ലാസ്സിൽ നിന്ന് വരുന്നവരുടെ കൂടെ ഇരിക്കേണ്ടി വരും. 3ാം ക്ലാസ്സിലെ കൂടെ ഇരിക്കും ചെയ്യാം. ഇത് രണ്ടിനും ആർക്ക് കഴിയും? 2ാം ക്ലാസ്സിന് കഴിയും. അടുത്ത കൊല്ലം 1ാം ക്ലാസ്സിൽ നിന്ന് വരുന്നവന്റെ കൂടെയും ഓനിരിക്കാം, 3ലേക്ക് കയറിയിരിക്കും ചെയ്യാം. ഇത് 2ന്റെ ഇടയിലാണ് 2. 2ന്റെയും 4ന്റെയും ഇടയിലാണ് 3. 3ന്റെയും 5ന്റെ ഇടയിലാണ് 4. 4ന്റെയും 6ന്റെയും ഇടയിലാണ് 5. 1ാം ക്ലാസ്സിൽ നിന്ന് വരുന്ന ആളുകളുടെ കൂടെ അവൻ ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ അവരെ കാണാതെ തന്നെ, അവനെ ഒരു മുഖം തന്നെ കണ്ടില്ല, ഓൻ 3ലേക്ക് കയറി. അങ്ങനെയാവാം. 2ന്റെയും ഇടയിലാണ് മനുഷ്യന് പിശാച് അവനെ കാണാൻ വരും. പിശാച് മുഖം കൊടുക്കൂല, ഓൻ മലക്കിന്റെ കൂട്ടത്തിലേക്ക് പോയി. ആര്? മനുഷ്യൻ. ഇദാ സലക ഉമറു ഫജ്ജൻ യസ്ലുകു ശൈത്വാനു ഫജ്ജൻ ആഖർ. ഉമർ ഒരു വഴിയിലേക്ക് പോയാൽ ആ വഴി പിശാച് വരൂല. എന്തുകൊണ്ട്? മലക്കിയ സ്വഭാവമാണ് അവരുടേത്, ഉമറിൻ്റെത്. ഉമർ ഒരു ഉദാഹരണമാണ്. അതിന്റെ മേലാണ് സിദ്ദീഖ്. പിന്നെ അമ്പിയാവിന്റെ കാര്യം പറയണ്ട. തൊട്ടാൻ വരൂല, തൊട്ടൂല. അവിചാരിതമായി ഒന്ന് ഉറങ്ങിക്കൊടുക്കുമ്പോൾ തന്നെ വന്ന് അടുത്ത് വരുമ്പോഴത്തേനും ഓടും. പിശാച് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ വഴിതെറ്റി വന്ന ഒരു പിശാച് ആക്രമിക്കാൻ ശ്രമിച്ചാൽ വരെ കരിഞ്ഞു, ജീവൻ കൊണ്ട് ഓടിപ്പോവും. ഇസ്തഹബദ അലൈഹിം ശൈത്വാൻ, പിശാച് അവരുടെ തലയിൽ പാർപ്പുറപ്പിച്ചു എന്ന് പറയേണ്ട പ്രശ്നം ഇവർക്കുണ്ടാവില്ല. കാരണം ഇവൻ ആരെ കൂട്ടത്തിലേക്ക് ചേർന്നിട്ടുണ്ട്? മലക്കിയ കൂട്ടത്തിലേക്ക് ചേർന്നു. فالذي اشتغل بشهواته حتى صار لا هم له إلا في المأكل والمنبس والتنعم بالشهوات والبطش يصدق عليه إنهم إلا كالأنعام بل هم أضل. അപ്പുറത്ത് ഉലൈക കൽഅൻആമി ബൽ ഹും അضل ഒരുപാട് സ്ഥലത്തുണ്ട്. വല്ലദി, അപ്പോൾ ഒരു മനുഷ്യൻ ഇഷ്തഗല, അവൻ ജോലിയായി ബിശഹവാത്തിഹി, അവന്റെ വൈകാരിക താല്പര്യങ്ങൾ കൊണ്ട്, ഹത്താ അവൻ അങ്ങനെ ആയിത്തീരും. ഹത്താ സ്വാറ ലാ ഹമ്മ ലഹു, ഹത്താ അങ്ങനെ അവൻ എന്തായി? അവന് ചിന്തയില്ല. ഇല്ലാ ഫിൽ മഅ്കലി, തീറ്റയിലും, വൽ മൽബസി, തീറ്റക്കുടി, വൽ മൽബസി, വസ്ത്രാലങ്കാരം, വത്തനഉമി, സുഖാസ്വാദനങ്ങൾ, ബിശഹവാത്തി, വൈകാരികതകൾ കൊണ്ടുള്ള സുഖങ്ങൾ. ഇതിൽ മാത്രമാണ് അവൻ്റെ ശ്രദ്ധയെങ്കിൽ പലതും പിടിക്കുക, എടുക്കുക, പിടിക്കുക, ഇതൊക്കെയാണ് അവൻ്റെ ശ്രദ്ധയെങ്കിൽ യസ്ദുഖു അലൈഹി, അവൻ്റെ മേൽ യാഥാർത്ഥ്യമാകും. ഇൻഹും കൽ ഇല്ലാ കൽ അൻആമി ബൽ ഹും അളൽ എന്ന ആയത്ത്. ഇവർ മൃഗങ്ങളെപ്പോലെ അല്ലാതെ വേറൊന്നുമല്ല. തവല്ലാ റസൂലുള്ളാഹി അംരി ഫലം യസൽ യുസാഇദുനി ദഹ്രി ഫസിർതു മുമജ്ജദാ. ഈ വരിയുടെ വ്യാഖ്യാനാണ് ഈ പറയുന്നത്. ഇതൊരു ഇബ്രാഹിം നിയാസിന് മാത്രമല്ല, അല്ലാത്തവർക്കും കിട്ടും. അത്രയ്ക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ലെങ്കിലും
പിശാചിനെ നിന്ന് രക്ഷപ്പെടാവുന്ന പരിധിയിലൊക്കെ കയറാൻ കഴിയും, മനുഷ്യനാകാൻ കഴിയും. ഇപ്പോഴും മനുഷ്യനുമല്ല മലക്കുമല്ല, ഒന്നുകൂടി ബന്ധം ശൈത്താനിലേക്കാണ്. എന്തുകൊണ്ട്? ലാ ഹമ്മലഹു, അവന് ഹമ്മില്ല, ഒരു ചിന്തയുമില്ല, ഒരു പരിഗണനയുമില്ല, ഒരു പ്രശ്നമാക്കലുമില്ല. ഇല്ലാ ഫിൽ മഅ്കലി, തീറ്റയിൽ, കുടി തീറ്റ. രാവിലെ പോവും, ഇറച്ചിയും കൂടെ പോകും, ബാങ്കിൽ പൈസ ഉണ്ട്, ആ പൈസൻ്റെ പലിശ എടുത്താൽ തന്നെ അങ്ങനെ കഴിഞ്ഞു. രാവിലെ ഇവിടെ എടുത്ത് എണീറ്റ് സുബൈ നിസ്കരിക്കും. ആ സുബൈ ബാത്തിലാകാൻ മാത്രമുള്ള ഗീബത്ത് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന മുമ്പ് തന്നെ പറഞ്ഞു. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, എന്തെങ്കിലും ഒരു ചീത്ത മൊല്ലാക്കാനെ പറയാതെ പള്ളിയിൽ നിന്ന് ഇറങ്ങില്ല, കമ്മിറ്റിക്കാരനാണ് എങ്കിലൊന്ന് പറയും. ആരെങ്കിലും ഔദം കരയിൽ ടാപ്പ് തുറന്നിട്ടുണ്ടെങ്കിലും പള്ളിൻ്റെ ഉള്ളിൽ പോയാണ്ട് മുല്ലാക്കാനെ ചീത്ത പറഞ്ഞതിന് ശേഷം മുല്ലാക്കാനെ പറഞ്ഞേക്കും. ടാപ്പ് ഒന്ന് കൂട്ടിയാൽ മതി, കൂട്ടൂല. എന്നെ ഏൽപ്പിക്കപ്പെട്ട ആൾ ഓനല്ല, മുല്ലാക്കാണ്. ഓൻ ചീത്തറേനെ ഏൽപ്പിക്കപ്പെട്ട ആളാണോ കമ്മിറ്റിക്കാരൻ? ഒക്കെ മുല്ലാക്കാനെയും കൂടി കുരുത്തക്കേട് വാങ്ങിയിട്ട് പള്ളിക്കൊന്ന് പോലുള്ളൂ. 40 കൊല്ലത്തെ സുബഹി ബാത്തിലാക്കിയിട്ടാണ് ഒരു സുബഹി കൊണ്ട് ഇറങ്ങിപ്പോരുന്നത്. ഇന്നലത്തെ സുബഹി അങ്ങനെ തന്നെയാണ്, മിഞ്ഞാത്ത സുബഹി അങ്ങനെ തന്നെയാണ്. അള്ളാഹു തആല ആദ്യം തന്നെ നിർബന്ധമാക്കിയത് 50 വഖത്ത് തന്നെ ഉണ്ടെങ്കിൽ തന്നെ പറ്റേ 5 വഖത്തോണ്ടാണ് കുറ്റം തീരൂല. അള്ളാഹു തആല ആദ്യം നിർബന്ധമാക്കിയത് 50 വഖത്താണ്. ആ 50 വഖത്തും കൂടി നിസ്കരിച്ചാൽ പോലും 5 വഖത്തിലെ പള്ളിയിൽ പോണതുകൊണ്ട് ഉണ്ടാകുന്ന ഫിത്നകൾ തീരുന്നില്ല. പിന്നെ നേരെ എന്ത് ചെയ്യും? ATM നിന്ന് പൈസ എടുക്കും. എന്തുകൊണ്ട്? ഓന് 2 കോടി 3 കോടി ബാങ്കിലുണ്ട്, ഞാൻ പലിശ വാങ്ങലേ ആവശ്യമുള്ളൂ. പലിശ ഇങ്ങനെ കുന്നുകൂടി കിടക്കണം. എന്നെ പോയി എന്ത് ചെയ്യും? ഇനി അതന്നെ പലിശ ഒന്നും കൊടുക്കൂല, നല്ല മുത്തക്കയാണ്. ആയിക്കോട്ടെ, ബാങ്കിന് പൈസ ഉണ്ട്, പലിശ കൊടുത്താണല്ലോ. ഒരു ദിവസം ഇത്ര ചെലവ് വരും. ഒരു ദിവസത്തെ ചെലവ് പറഞ്ഞാൽ 500 രൂപ 1000 രൂപ. എന്നാലും 1 ലക്ഷം രൂപ തീരണമെങ്കിൽ 100 ദിവസമാണ്. വലിയ 10 കോടി ബാങ്കിലുണ്ട്. അപ്പൊ 100 ലക്ഷം കൂടിയാലേ 1 കോടിയാവുള്ളൂ. അപ്പൊ 100 × 100 10 കോടിയാളത്. അപ്പൊ 100 × 100 × 10. അതിനൊന്നും ഓനും ഓൻ്റെ മകനും കൂടെ വാക്കിയാവൂല. അപ്പൊ ഒന്നും ബേജാറാകണ്ട, അതങ്ങനെ എടുത്ത് തിന്നാൽ മതി. എന്നിട്ടോ നേരെ അങ്ങാടി പോയിട്ട് എന്ത് ചെയ്യും? മൊല്ലാക്കാനെ ചീത്തറയാനുള്ളത് കൊണ്ടാണ് പള്ളിയിൽ പോയത്. എന്തെങ്കിലും പിത്തന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യം ആണോ എൻ്റെ ശൈത്താൻ? അവൻ്റെ തലയിരിക്കുന്ന ചിത്തം നേരം വെളുത്തവനോട് പറയും പള്ളിയിൽ പോ. കാരണം എന്തുകൊണ്ട്? നേരം വെളുക്കുമ്പോൾ ഈ മൊല്ലാക്കാൻ്റെ മൊല്ലാക്ക പെണ്ണുങ്ങൾക്ക് ഫോൺ ചെയ്യണം. എന്ത്? ഇവിടെ നമുക്ക് ശരിയാവില്ല എന്നാണ് തോന്നുന്നത്. ഇത് മൊല്ലാക്ക ഫോൺ ചെയ്യണം, മനസ്സ് വേദനിച്ച്. അത് ശൈത്താൻ നല്ല ഇഷ്ടമാണ്, അതിനിപ്പം പള്ളിയിൽ പോകണം. അപ്പൊ ഇവനെ സുബൈക്ക് 4:30 മണിക്ക് 5 4:45 പിശാച് എണീപ്പിക്കും. എണീക്ക് ഇവൻ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കും, വിത്ർ നിസ്കരിക്കും. അതോടുകൂടെ ഓന് മനസ്സിലാവും ഞാൻ ഈ ലോകത്തെ മഹാനാണ്. എന്നിട്ടോ പള്ളിയിൽ പോകും. പള്ളിയിൽ ചെല്ലുന്ന മൊല്ലാക്കനെ ചീത്ത പറയും. മൊല്ലാക്ക സാധു കിടന്നുറങ്ങാണ്, സുബൈ ബാങ്ക് കൊടുക്കാനായാലും മൊല്ലാക്ക എപ്പോഴും പോത്തിനെ വരി ഉറങ്ങുക എന്ന്. മൊല്ലാക്കാനെ പോത്തെന്ന് വിളിച്ചതോടുകൂടെ അവൻ്റെ 100 കൊല്ലത്തെ അമൽ ബാത്തിലായി. സാധു ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുബൈൻ്റെ ബാങ്കിൻ്റെ നേരത്തല്ലേ എണീക്കേണ്ടുള്ളൂ. തഹജ്ജുദ് അല്ലാഹു തആല വാജിബാക്കിയിട്ടില്ല. അയാൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി രാത്രി എണീറ്റായിരിക്കും. വേണമെങ്കിൽ അടുത്തൊരു വീട്ടിലെ കുട്ടി ഉറങ്ങാതെ ശല്യപ്പെടുത്തി കരഞ്ഞപ്പോൾ ആ ബാപ്പിയും വല്യാപ്പിയും കൂടി നട്ടപ്പതിരക്ക് പള്ളിയെ കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്താ അതിനെ മന്ത്രിച്ചു ഉറക്കിയപ്പോഴത്തിന് മണിക്കൂറുകൾ പലത് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഈ സാധു കടന്നതാണ്. ഇവൻ്റെ 1000 കൊല്ലത്തെ തഹജ്ജുദിനേക്കാൾ വലുതാണ് ഇയാളുടെ ഒരു രാത്രി. ഇവന് ദിവസം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാക്കൊക്കെ എന്നുണ്ടാവും. അല്ലെങ്കിൽ അപ്പുറത്ത് വലിയ പള്ളിയല്ലേ, അതിൻ്റെ പൈപ്പ് അപ്പുറത്ത് വാൽവ് പൊട്ടിയിട്ടുണ്ടാവും. ഇത് അതിനപ്പുറത്ത് അവിടെ നോക്കി കൊണ്ടുവന്നുണ്ട് 4 പ്ലംബർമാരെടുത്ത് പോയി, അവിടെ പോയി, ഇവിടെ പോയി. അങ്ങനെയൊക്കെയാണ് ഇയാൾ പിന്നെ കടന്നത്. അല്ലെങ്കിൽ അയാൾ തന്നെ എന്ത് ചെയ്തു? അതിൻ്റെ സ്പാൻഡറും മറ്റുമൊക്കെ എടുത്തു, അതൊക്കെ ലെവലാക്കിയപ്പോഴത്തേന് നേരെ വിളിക്കാൻ അങ്ങനെയായി. പിന്നെയാണ് ഇയാൾ കിടന്നത്. അല്ലെങ്കിൽ പള്ളിൻ്റെ ആരുമില്ലാത്ത നേരത്തെ പള്ളിയുടെ വഴിയൊക്കെ അടിച്ചോരി വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇയാൾ കിടന്നത്. അപ്പം പോത്തിനെ വഴി ഉറങ്ങിയതാണ്. ഇവനാണ് സത്യത്തിൽ പോത്തിനെ പോലെ ഉറങ്ങിയത്, ഇയാളല്ല. അതെന്തെങ്കിലും ഒരു കുറ്റം എന്നുണ്ടാവും. പള്ളി ഭരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു കുറ്റം എന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്ത് ഈ സാധുവിൻ്റെ ഭാര്യക്ക് സാധു നേരം വെളുത്ത വിളിച്ചാൽ ചെങ്ങായിണ്ട് ഇവിടെ പള്ളിയൊക്കെ ഓനൊക്കെ ശല്യം കൊണ്ട് കുടുങ്ങി. ഓൻ പറഞ്ഞാൽ എന്താണ് ഈ സെക്രട്ടറിയും പ്രസിഡന്റും കേൾക്കുകയും ചെയ്യും. എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ പെണ്ണിന് മനസ്സുവേദനയായി, ആ കുട്ടിയൊക്കെ മനസ്സുവേദനയായി. എന്തേ ഇപ്പച്ചി വിളിച്ചോ പറഞ്ഞു, ഇപ്പച്ചി ഒക്കെ ഇവിടുന്ന് ജോലി പോകുന്നാണ് പറയുന്നത്. അതോടുകൂടി ആ കുട്ടികൾ സ്കൂളിൽ പോയപ്പോൾ ഞങ്ങളെ വാപ്പാൻ്റെ ജോലിയും പോകുകയാണല്ലോ പഠിച്ചോനെ, ഇനി അങ്ങനെ ഫീസ് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് മനപ്രയാസം ഉണ്ടായി. ഒരുപാട് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നന്മ എന്താ? ഒരാളെ മനസ്സിന് സന്തോഷം കൊടുക്കുക.
ഈ ലോകത്തെ ഏറ്റവും വലിയ തിന്മ എന്താ? ഒരു മനുഷ്യന്റെ മനസ്സിന് ദുഃഖവും വേദനയും കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ ആലോചിക്കണം. നമ്മളത് വലിയ കാര്യം, വലിയ കൂലി കിട്ടും. കെൽബ് ഗോത്രത്തിന്റെ ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തിനേക്കാൾ കൂടുതൽ അള്ളാഹു തആല ബറാത്തിന് അവന് പുറത്തു കൊടുക്കും. ആരോട് കൊടുക്കും? കൊടുക്കേണ്ടവർ കൊടുക്കുക. എനിക്ക് തന്നെ എന്തർപ്പുള്ളത് കൊടുത്ത പരമാവധി കൊടുക്കും. അതിനർത്ഥമാനുള്ളത് ചിലപ്പോൾ കെൽബ് ഗോത്രത്തിന് ആടിന്റെ എണ്ണത്തിനനുസരിച്ച് പുറത്തു വാങ്ങിയത് ഈ 800 കോടി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമേ ഇരിക്കൂ. വിചാരിച്ച് ഇങ്ങനെ നോമ്പറക്കുമ്പോൾ മോന്തണ്ട. ഇന്നിപ്പോൾ എനിക്ക് കെൽബ് ഗോത്രത്തിലെ ആടുകളെ എണ്ണത്തിനേക്കാൾ കൂടുതൽ പുറത്തു, എനിക്ക് പുറത്തിട്ട് എനിക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അന്ന് അല്ലാഹു തആല പരമാവധി പുറത്തു കൊടുത്താൽ അത്ര പുറത്തു കൊടുക്കും. അത് ഈ ഭൂമിയിൽ അക്കൊല്ലം ഒരാൾക്കേ ഉള്ളൂ. ഈ ജോജയിൽപ്പെടില്ല. ഈ ചിരിച്ച് വിളിച്ച് നടന്നതാണ്. അയാൾ തലേന്ന് മുതൽ 2 ആഴ്ച മുതൽ കരയാൻ തുടങ്ങിയിരിക്കുന്നത്. ബറാത്ത് വരുമ്പോൾ പുറത്തു വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് 2 ആഴ്ച മുതൽ കരയാൻ തുടങ്ങിയതാണ്. അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു ഭൂലോകത്തെ എവിടെയോ. അയാൾ ആഫ്രിക്കയിലാണ്. ഇന്ന് നമ്മൾ 300 ആളുള്ള പള്ളിയിൽ വയൽ പറയുകയാണെങ്കിൽ എന്ത് കെൽബ് ഗോത്രത്തിലെ ആടുകളെ എണ്ണത്തിന് രോമത്തിന് എണ്ണത്തിനെ കൂടുതൽ അള്ള പുറത്തു കൊടുക്കുന്ന. അപ്പം ആ പള്ളിയിലുള്ള 300 ഫത്താനീയങ്ങളായ ഫിത്തനക്കാരായ ബഹായിമുകളും മനസ്സിലാക്കുകയാണ് എന്ത്, ഓ ഇങ്ങനെയൊക്കെ എല്ലാ കൊല്ലം പുറത്തിട്ടാണെങ്കിൽ അള്ളാഹ്ക്കാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പുറത്തു കൊടുക്കേണ്ടി വരും. ഞാൻ അത്ര വലിയ ആളല്ലേ. കഴിഞ്ഞല്ല ഇതേ വയൽ കേട്ടതാ. അന്ന് ഞാൻ അള്ളാഹിനോട് വരുന്നതാ. അങ്ങനെ പൊറുക്കൽ വാങ്ങി എല്ലാവർക്കും പുറത്തു കൊടുക്കാണല്ലോ. ഈ ഭൂമിയിലെ 800 കോടി ആളുകൾക്കും അള്ളാഹു തആല പുറത്ത്, മുസ്ലിം ഒക്കെ അള്ളാഹു. അപ്പൊ ഇനിയിപ്പോൾ ഇവരെ കയ്യിൽ നിന്ന് കൊല്ലം വാങ്ങിയേക്കാണ്. ഇതിൻ്റെ ഒന്നും ഉള്ളു നമ്മൾ ആലോചിക്കൂല. അതിന് ഇജുണ്ടോന്ന് ആലോചിക്കണം. ഇജതിന് മാത്രം ഉണ്ടോ, ഇജതിന് ഉണ്ടോ എന്ന് ആലോചിക്കണം. ഇജതിന് മാത്രം ഉണ്ടോ എന്ന് ആലോചിക്കണം. കൊടുക്കും എന്ന് പറഞ്ഞാൽ അതന്നെ. ജഡ്ജിന്റെ മകളെ ഒരാൾ കെട്ടി. ആദ്യം കെട്ടിയത് വക്കീലാണ്. വക്കീലിനെ ഇയാൾ ജഡ്ജി പടി വാങ്ങി കൊടുത്തു. 2ാമത്തെ മകളെ കല്യാണം അന്വേഷിച്ചപ്പോൾ ബ്രോക്കർ ആദ്യം തന്നെ വന്ന് പറഞ്ഞത് എന്താ, മൂപ്പര മകളെ കിട്ടിയ ജഡ്ജിയാകാം, ജഡ്ജിയായി കൊടുക്കും. ഇതാക്കാൻ ഞാൻ കുഞ്ഞുമാമേൻ്റെ മകനാണ് കിട്ടിയത്, ഓപ്പ ഹൈക്കോടതി ജഡ്ജിയാണ്. അപ്പോൾ 2ാമത്തെ മകനും എന്ത്, 2ാമത്തെ മകളെ കെട്ടാൻ വിചാരിച്ചോ എന്ത് വിചാരിച്ച്, ഇനി എനിക്കും ജഡ്ജിയാകാം, എന്നിട്ട് വേണം ഇവിടെ കുറച്ചാളുകളെ തൂക്കാൻ മതിക്കാൻ. ബ്രോക്കർ പറഞ്ഞത് ശരിയാണ്. എന്ത്, ഇയാളെ മകളെ കെട്ടിയ ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജിയാണ്, ഇയാളെ മകളെ കെട്ടിയ ജഡ്ജിയാകാം, ശരിയാണ്. പിന്നെ LLB എങ്ങനെ പാസ്സാണ്? ചുരുങ്ങിയ ഈ SLC വെയിലാണ്. SLC വെയിലായവന് അയാളെ മകളെ കെട്ടിയാലോ ഊരൊക്കെ 2 ചവിട്ട് കൊടുക്കും. ഇന്നെന്താ നിങ്ങൾ ജഡ്ജിയാക്കാത്ത വെച്ചാൽ, ഈ ബ്രോക്കറെ വർത്താനം മാത്രമേ മൂല്യേര് വർത്താനായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടുള്ളൂ. കെൽബ് ഗോത്രക്കാരെ ആടിന്റെ എണ്ണത്തിന് പുറത്തു കൊടുക്കുന്ന പറഞ്ഞാൽ ഈ അതിന് മാത്രം വേണം. ഞാൻ ഇന്നെ അമൽ ചെയ്താൽ 300 കൊല്ലത്തെ ദോഷമുള്ള പുറത്തു കൊടുക്കും. അപ്പൊ നമ്മൾ ഈ അമൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, നമ്മളിവിടെ 300 കൊല്ലം ജീവിക്കണമല്ല, ആകെ 10-60. അപ്പൊ ഇനി ബാക്കി ഈ ഒരൊറ്റ അമലുണ്ട് 300 കൊല്ലത്തെ ദോഷം പൊറുക്കുകയാണെങ്കിൽ ബാക്കി ഇനി അള്ളാഹ്ക്ക് തിരിച്ചു കൊടുക്കണ്ടാവും. എന്ത് കുറെ കൊല്ലത്തെ, കാരണം ഈ അമലുകളായി കഴിഞ്ഞ കൊല്ലം മേലെ കൊല്ലം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ കൊല്ലം 300 കൊല്ലത്തെ അമൽ കൊടുത്തു അള്ളാഹു തആല ഇന്റെ ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹ്ക്ക് ചോദിക്കാം, എന്ത് അള്ളാഹ് ഇന്റെ അടുത്ത് കുറച്ച് സാധനം ബാക്കിയുണ്ട്, നല്ല ആൾക്കാണെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു കച്ചവടം നടത്താം. എന്ത് എനിക്കത് മറിച്ച് വെക്കണോ, ഞാൻ തരാം. ഒരാൾ സക്കാത്ത് നെല്ലോ അരിയൊക്കെ കൊടുത്തു. പിന്നെ സക്കാത്ത് കൊടുത്തോന്റെ പേരിൽ പട്ടിണിയായപ്പോൾ മുതലാളി വന്നു, അല്ല എൻ്റെ കയ്യിൽ നെല്ലുണ്ടെങ്കിൽ വാങ്ങേണ്ടിയിരുന്നു. ആയിക്കോട്ടെ, കുഴപ്പമില്ല, മര്യാദയ്ക്ക് വില തന്നേയുള്ളൂ. അപ്പൊ ആദ്യം സക്കാത്ത് തന്നോൻ തന്നെ പിന്നെ മറിച്ചു വെച്ചു. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്ന ചില കാര്യങ്ങളനുസരിച്ച് പടച്ചോനെ മറിച്ചു വെക്കാൻ മാത്രം നമ്മൾ കൂലി വാങ്ങി വെച്ചിട്ടുണ്ട്. അതിന്റെ മേന എന്താണ്? അതിന് മാത്രം വേണം. ഈ പിശാചിന്റെ സ്വഭാവം കൊണ്ട് ആ കൂലി നിനക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. പിന്നെ മഹൽ ഫദ്ലോ അത് അല്ലാഹു ആർക്കും കൊടുത്തേക്കാം. മാഷാ അവൻ ഉദ്ദേശിച്ചു കൊടുക്കും. അത് ഇന്നാലിന്ന ആള് എന്ന കണക്കും അവിടെ ഇല്ല. അപ്പൊ അതിന്റെ ബലത്തിലാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ചില അമലുകളുടെ കൂലിയുടെ ബലത്തിലാണ് ഇന്ന് നമ്മൾ അഹങ്കരിച്ച് നടക്കുന്നത്. നമ്മളെ സകല പ്രവൃത്തിയും നമുക്ക് ദോഷം തന്നെ ഉണ്ടാക്കും. എന്തുകൊണ്ട്? അതിന്റെ പിന്നിൽ നമുക്ക് അഹങ്കാരം ഉണ്ടാവും. ബഹുമാനപ്പെട്ട ബുർദക്കാരൻ പറഞ്ഞല്ലോ എന്ത്, ഇൻ ഹിയ ഇസ്തഹിലത്തിൽ മർആ ഫലാ തുസ്മി റാഇഹാ വഹിയ ഫിൽ അഅമാലി സായിമത്തുൻ വഇൻ ഹിയ ഇസ്തഹിലത്തിൽ മർആ ഫലാ തുസ്മി. നന്മയിൽ മേയുകയാണെങ്കിലും നിന്റെ ആത്മാവിനെ നീ നിയന്ത്രിച്ചു.
നന്മയിൽ മേയുകയാണെങ്കിലും നിയന്ത്രിച്ചു. മേച്ചിൽ പുറം എത്ര സമൃദ്ധമായാൽ പോലും അങ്ങനെ മേയാൻ വിടേണ്ട. ചിലപ്പോൾ ചില മേച്ചിലുകൾ നിനക്ക് അഹങ്കാരം കൊണ്ടുവരും. ചിന്തിക്കണം. പലപ്പോഴും വിഷമുണ്ടാകും. എന്തിന്? ചില നേട്ടമുള്ള കാര്യത്തിലാണ് പിന്നെ വിഷം വരിക. നെയ്യ് കൊണ്ട് മനുഷ്യൻ മരിക്കും. നെയ്യോ വളരെ നല്ലതാണ്. നെയ്യ് നല്ലതല്ലേ? നല്ലതാണ്. തേന് നല്ലതല്ലേ? അതെ. അതിന് പരിധി തെറ്റിയാൽ മരിക്കും. തങ്കഭസ്മം കഴിച്ച് മരിച്ചൊരു മുഖ്യമന്ത്രി ഉണ്ട് ഇന്ത്യ രാജ്യത്ത്. ആരാ? MGR. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ഓർമ്മ. പറഞ്ഞിട്ടില്ലേ? തങ്കഭസ്മം കഴിച്ച് മരിച്ചു. ആരോഗ്യദായകമാണെന്ന് ആരോ ആ സാധുവിനെ പറഞ്ഞ് പറ്റിച്ചു. അങ്ങനെ വലിയ മുതലാളികളല്ലേ, എത്ര നിന്നാലും തങ്കഭസ്മം കൂടുതൽ കൂട്ടി മരിച്ചു. അതിൻ്റെ മേൽ രോഗം വന്നു, അങ്ങനെ മരിച്ചു. അപ്പൊ എന്താ മനുഷ്യന്റെ ആത്മീയമായ, ചിലപ്പോൾ നിന്റെ അമൽ നിന്നെ കൊല്ലും, ആത്മീയമായി കൊല്ലും. ഈ അമൽ നിനക്ക് അഹങ്കാരം കൊണ്ടുവരും. ചിലപ്പോൾ ചില അമലുകളായിരിക്കും നിന്നെ കൊല്ലുക. നമ്മൾ ചെയ്യുന്ന അമലുകൾ നമ്മെ കൊന്നിരിക്കും. ചിലപ്പോൾ അള്ളാന്റെ കോടതിയിലെത്തിയപ്പോൾ ഇതൊന്നുമില്ലാത്തൊരു മനുഷ്യന്റെ നാട്ടിൽ അയാളാണ് മുന്നിൽ നടക്കുന്ന മനുഷ്യർ. അയാളെ എവിടെയും കണ്ടിട്ടില്ല. ഒരു ലാഭത്തിന്റെ സ്ഥലത്തും അയാൾ ഉണ്ടായിരുന്നില്ല, അതേസമയത്ത് ഒരു നഷ്ടത്തിന്റെ സ്ഥലത്തും അയാൾ ഉണ്ടായിരുന്നില്ല. അല്ലദീന ഇദാ ഹളറൂ ലം യഫ്തഖദൂ ലം യുദ്ഉ വഇദാ ഫഖദൂ ലം വഇദാ ഗാബൂ ലം യഫ്തഖദൂ. ചില ആളുകളുണ്ട്, അവർ നാട്ടിൽ നിന്ന് പോയാൽ പോലും ആരും അവരെ അന്വേഷിക്കൂല. വഇദാ ഹളറൂ ലം യുദ്ഉ, നാട്ടിലുണ്ടെങ്കിൽ ഒരു കാര്യമായ വിഷയത്തിന് അവരെ വിളിക്കൂല. നമ്മൾ പള്ളി കമ്മിറ്റിക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരാൾ കൈക്കൂട്ട് വാങ്ങി ആ മൈലിൽ തന്നെ എന്ത് ചോദിച്ചാലും പൈസ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ വരികയാണ്. ഞങ്ങൾ പള്ളി കമ്മിറ്റിയോ കണ്ട് പോവുകയാണ്. അപ്പോൾ ഈ മോട്ടോർ സൈക്കിളിൽ നമ്മൾ പള്ളി കമ്മിറ്റിക്ക് പോവുക. അപ്പോൾ മറ്റൊരു കൈക്കൂട്ട് അപ്പോൾ പിന്നെ എന്ത്, അൽഹംദുലില്ലാ അതുപോലത്തോലുള്ള അതുകൊണ്ട് പള്ളിൻ്റെ കാര്യമൊക്കെ നടന്നു. ആ സാധു പറഞ്ഞു. എന്തുകൊണ്ട്? ആ സാധുവിൻ്റെ വീക്ഷണപ്രകാരം ഇവൻ മഹാനാണ്. ഈ സൈക്കിളിൽ കമ്മിറ്റിയോ കൂടാൻ പോകുന്നവൻ്റെ വീക്ഷണപ്രകാരം പോക്കുവാണ്. ഇപ്പം പോണ ഈ മോട്ടോർ സൈക്കിൾ ഇരുന്നോണ്ട് തന്നെ പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ എങ്ങനെ നടന്നോളി, ആരക്കായിക്ക് പറ്റാതെ എങ്ങനെ നടന്നോളി. യാവും പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ ഉണ്ട് പല പണിയും, ഞങ്ങളെ കൊണ്ടൊക്കെ ഇത് നടക്കുമോ, ഞാൻ നടന്നു പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിത് നടക്കുന്നത്. നിങ്ങളിങ്ങനെ നടന്നോളി, നിങ്ങൾക്ക് പൂളിയും പായും നെല്ലും ഒക്കെ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി കാച്ചോളൂ, നിങ്ങളിങ്ങനെ നടന്നോളി. ഞങ്ങളൊരു 10-21 മനുഷ്യന്മാരത്തൊരു തോട്ടിയായി നടക്കുക, നിങ്ങളിങ്ങനെ നടന്നോളി. അപ്പോൾ മറ്റവന് മറുപടിയില്ല. അപ്പോൾ മിണ്ടാതെ ഇളിച്ചു. അതിനുണ്ടല്ലോ മനുഷ്യന്മാർ വഷളായാലും ഇളി പോലെ ഈ കൈക്കോട്ട് തോളിൽ വിളിച്ചു. അപ്പോൾ ഓൻ്റെ വീക്ഷണപ്രകാരം, ഈ കൈക്കോട്ട് തോളിൽ വെച്ച് പോകുന്നവൻ്റെ വീക്ഷണപ്രകാരം ഈ മോട്ടോർ സൈക്കിളിൽ ഇരുന്നിട്ട് പള്ളി കമ്മിറ്റിക്ക് പോകുന്ന ഇവൻ മഹാനാണ്. മോട്ടോർ സൈക്കിളിൽ ഇരുന്നുകൊണ്ട് കമ്മിറ്റിയോത്തിന് പോകുന്നവൻ്റെ വീക്ഷണപ്രകാരം ഇവന് അരക്കൈക്ക് പറ്റാത്തവനാണ്. അള്ളാഹ്ക്ക് ആവശ്യം അരക്കൈക്ക് പറ്റാത്തവരെയാണ്. അള്ളാഹ്ക്ക് മാനേജർ ആവശ്യമില്ല, അടിമനാണ് ആവശ്യം. ഖുർആൻ ഇറക്കി കൊടുത്ത അള്ളാഹ് മാനേജർക്കല്ല, തോട്ടിക്കാണ്, അടിമ. വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ മാനേജരിനാ എന്നൊരായത്തില്ല. വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. അബ്ദ് എന്താ അബ്ദിന്റെ അർത്ഥം? അടിമ. അടിമ എന്ന് പറഞ്ഞാൽ ഉടമയുടെ ടൂളാണ്. അതാ ഞാൻ തോട്ടി എന്ന് പറഞ്ഞത്. ഉടമയുടെ ടൂളല്ലേ അടിമ. അതാണ് ഞാൻ ആ വാക്കവിടെ പറഞ്ഞത്. അള്ളാന്റെ ഹബീബിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിപ്പത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞ എന്താ? അടിമ എന്ന് പറഞ്ഞു. ടൂളാണ്, ഉടമയുടെ ടൂളാണ് അടിമ. വൈൻ കുന്തുഫി അള്ളാഹു തആലക്ക് ആവശ്യം. അള്ളാഹ് ഏറ്റവും വലിയ ആളെ പോലും അടിമ എന്ന് വിളിച്ചിട്ട് വിചാരി. നമുക്ക് ആ പേരിട്ട് രക്ഷപ്പെട്ടു. നമ്മൾ ഏറ്റവും മഹാനാകുക എപ്പോഴാണ്? നമുക്ക് അള്ളാഹു ഏത് പേര് തരണം? അടിമ എന്ന് പേര് തരണം, നമ്മൾ രക്ഷപ്പെട്ടു. ആ അടിമ എന്നുള്ള നിന്നെയും വിളിക്കൂല, കാരണം മനസ്സ് പോക്കാണ്. അടിമക്ക് അടിമന്റെ മനസ്സുണ്ടാവണം. നമുക്ക് മാനേജറെ മനസ്സാണ്. അടിമയാക്കണമെങ്കിൽ അടിമയുടെ മനസ്സ് വേണം. ഇനി നമുക്ക് അടിമയുടെ മനസ്സല്ല ഉള്ളത്, മാനേജർ മനസ്സാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. പള്ളിയിലെ കാളിയരും പള്ളിയിലെ മുക്രിയും കൂടി ചോറുന്നതാണ്. ഞാൻ ഇജ്ജ് മുക്രി, വേറെ ആരും പറയണ്ട. ഞാൻ കാളിയരാണ്, എൻ്റെ കുപ്പായത്തിന് മേലെയുള്ള കോട്ടൊക്കെ ഉള്ളത്. ഇജ്ജ് മുക്രിയാണ്. അഷറഫെ ഇജ്ജ് മുക്രി, ഞാൻ കാളി. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ചോറുന്നപ്പോൾ എൻ്റെ മനസ്സിലെന്താ? എൻ്റെ മനസ്സെന്താ? എൻ്റെ മനസ്സ്
ഇവിടെ രണ്ടാം മുദ്രീസ് ഉണ്ടെങ്കിൽ അയാളൊപ്പം നിന്നാൽ മതി. ഈ ഒരു അമുക്കിൻ്റെ ഒപ്പം ചോറ് നണ്ടി വന്നല്ലോ. അപ്പം ഇവിടെ കക്കൂസ് മൂറുന്ന മൂത്രമാത്തി നന്നാക്കുന്ന കക്കൂസ് മൂറുന്ന ഈ ഒരു ഹമുക്കിൻ്റെ കൂടെ ചോറ് നണ്ടി വന്നല്ലോ. ഞാൻ കമ്മിറ്റിക്കാരോട് എന്നും പറയാറുണ്ട്, ഇതിൻ്റെ ഒരു സ്റ്റാൻഡിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ രണ്ടാം മുദ്രീസ് വന്നാൽ നമുക്ക് വർത്താനം പറയാൻ ആകുള്ളത് ഈ മുക്രിയാണ്. അയാളൊക്കെ എന്താ ഞാൻ വർത്താനം പറയുന്നത്? ഒരു രണ്ടാം മുദ്രീസും ഇല്ല. പിന്നെ പ്രസിഡന്റ് ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ മുപ്പരോട് പറയാം, മുപ്പര് നമ്മളെ സ്റ്റാൻഡിനോട് യോജിക്കണം. മുപ്പരേന് ഇവിടെ എപ്പോഴും വരുന്നില്ല. അതേ സമയത്ത് അഷ്റഫിന്റെ മനസ്സെന്താ പറ? അഷ്റഫിന്റെ മനസ്സെന്താ? ഓൻ ഈ പള്ളിക്കല കക്കൂസ് എഴുതുന്ന മുക്രിയ. ഓന്റെ മനസ്സെന്താ? അൽഹംദുലില്ലാ റബ്ബേ, എന്റെ മനസ്സെന്താ? പക്ഷേ ചിങ്ങനെ നിന്നിക്കേണ്ടീനും ഈ ഒരു കക്കൂസ് മോറിനോട് പിന്നെ എനിക്ക് ചോറുന്നൊരു അവസരം ഉണ്ടായല്ലോ. ഓന്റെ മനസ്സെന്താ? അഷ്റഫിന്റെ മനസ്സെന്താ? അൽഹംദുലില്ലാ റബ്ബേ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. അൽഹംദുലില്ലാ. കാരണം പള്ളിയിലെ ഉസ്താദിനെ എത്ര ആളുകൾ ബഹുമാനിക്കണം. ഉസ്താദാണ് മൂപ്പരെന്ന് കൈ പിടിക്കാൻ വരെ ഇവിടെ കാത്തിരിക്കണ എത്ര ആളുകളുണ്ട്. ആ മനുഷ്യൻ്റെ ഒപ്പമാണ് ഞാൻ 3 നേരം ചോറുന്ന് വർത്താനം പറഞ്ഞ് ഇവിടെ ജീവിക്കുന്നത്. ഞാൻ എത്ര മോശപ്പെട്ടനായി നടന്നത്. എന്തൊക്കെ സിനിമൻ്റെ നസീറിൻ്റെയും സത്യൻ്റെ ഒക്കെ സിനിമ ഞാൻ എത്ര കണ്ടതാണ്. അന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെയൊക്കെ ആവുന്നു. ഞാൻ പ്രേം നസീറിൻ്റെയും സത്യൻ്റെ ഒക്കെ പഴയകാല സിനിമകളൊക്കെ കണ്ട് കുതിരവിട്ട് നടന്ന ഒരാളാണ്. നാട്ടിലേക്ക് തന്നെ ചിലതൊക്കെ അറിയാം. ഞാൻ ഇവിടെ നസീറിൻ്റെയും സത്യൻ്റെ ഒക്കെ സിനിമ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പടച്ച തമ്പുരാൻ എനിക്ക് സ്ഥാനം തന്നു റബ്ബേ അൽഹംദുലില്ലാ. ഓൻ അന്നത്തെ രാത്രിയും ഇന്നലത്തെ രാത്രിയും മിന്നാത്തെ രാത്രിയും നാളത്തെ രാത്രിയും എന്നത്തെ രാത്രിയും പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യൽ എന്താണ്? എന്താ ഓർക്കുക? പടച്ചോനെ, ഈ ഭാഗ്യം എനിക്ക് നിലനിർത്തി തരണം. എൻ്റെ പെരുമാറ്റം, എൻ്റെ ഭക്ഷണം, എൻ്റെ രീതികളൊക്കെ പള്ളിയിൽ സ്ഥാനപ്പം നീ എനിക്ക് ചെയ്ത അനുഗ്രഹത്തിൽ ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ നന്ദി ഇത് ചെയ്ത് തീർക്കാൻ എനിക്ക് കഴിയണില്ല. മാപ്പാക്കണം. മൂല്യർ മൂപ്പര ദ്വാ എന്തായിരിക്കും? ഞാനാണ് മൂല്യർ. എൻ്റെ ദ്വാ എന്താ? പ്രശ്നനെ പല രാത്രി ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് ഈ അമുക്കിൻ്റെ ഒപ്പം നീ ചോറുന്നുള്ള ഗതികൾ എനിക്ക് വരരുത്. ഇവിടുത്തെ കക്കൂസ് എഴുതുന്ന ആളാണ്. ജോലിന്ന് പിരിച്ചുവിട്ട് വീട്ടിലെത്തിയാൽ പോലും എന്താ വിചാരിക്കുക? അൽഹംദുലില്ലാ, പെണ്ണുങ്ങളോട് എന്താ പറയാ? അതിന് നമ്മൾ രക്ഷപ്പെടുന്നു വിചാരിച്ചോ? അവിടെ നമുക്ക് ശരിയാവില്ല. മൂപ്പർക്ക് നമ്മളൊരു കമ്മിറ്റിക്കാർക്ക് നമുക്ക് ഒരു മുക്കറിന് വിലയെ നമുക്കുള്ളൂ. ഇനി ഞാൻ ഇങ്ങനത്തെ ജോലിയോട് ഏൽക്കൂല. ഒരു 3-4 മുദരീസന്മാരും അതിലൊരു തലമക്കണ്ണനായ വലിയ മുദരീസും ആയി അവരെല്ലാവരും കൂടി ഞാൻ അട്ടിപ്പാത്രം തുറക്കാതെ വരാൻ പാടില്ല. അങ്ങനത്തെ ഓലപ്പം ഇരുന്ന് ചെന്ന് ഓലോട് തമാശ പറഞ്ഞിട്ടല്ല ഞാൻ അങ്ങനത്തെ ജോലിയല്ല അത് ഏൽക്കണില്ല. അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു, മനസ്സിലായല്ല ഇല്ല, നിങ്ങൾക്ക് അതിന് അള്ളാഹുത്തല അതിന് മാത്രം വിവരം തന്ന ആളല്ലേ, നിങ്ങൾ ഓലപ്പം തിന്നേണ്ട ആളാണ്. അപ്പൊ കുറ്റക്കാരനായ അള്ളാഹു. കാരണം കക്കൂസ് കഴിയേണ്ട ആളൊപ്പം പള്ളിക്കലെ മൂല്യർക്ക് തിന്നാൻ കൊടുത്തത് ആരാണ്? അള്ളാഹിന്റെ ഖദറാണല്ലോ. അപ്പൊ മൂല്യരാണ് ആര്? ഈ മൂല്യരാകുന്ന എന്റെ ബാക്കിൽ നിന്നിട്ടാണ് ഇവിടെ 1000 ആളുകൾ ജുമാസ്കരിക്കുന്ന ജമാഅത്തും. മനുഷ്യൻ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മേൽമത്തരമാകുന്ന എല്ലാം നൽകിയത് അല്ലാഹുവിന്റെ ടൂളായ അബ്ദിന, ഉടമക്കാരന്റെ ആയുധം മാത്രമാണ് അടിമ. അതുകൊണ്ടാണ് ടൂൾ എന്ന് പറഞ്ഞത്. അതാണ് മുഹമ്മദ്, അതാണ് റസൂലുള്ളാഹിന്റെ വലിപ്പത്തരവും. അതാണ് ഒരു സൃഷ്ടിയുടെ വലിപ്പത്തരവും. അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എന്തുകൊണ്ടെത്തിയില്ല? ശൈത്താനിയായ ഔസാഫുകളാണ് നമുക്കുള്ളത്. ശൈത്താനിയായ ഔസാഫാണ്. എന്ത് പറയാ? എന്ത് അന ഖൈറും മിൻഹു. ഇപ്പൊ അന ഖൈറും മിൻഹു തന്നെയാണല്ലോ ഇതും. പിശാചിനാരനല്ലേ മോനെ, എനിക്കല്ലാഹു ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ അവസരം തന്നു, നിനക്കല്ലാഹു ഇവിടെ ഇരിക്കാൻ തന്നു. യോഗ്യനാര്? ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുണ്ടായാലേ എനിക്ക് വിലയുള്ളൂ. ഞാൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് വിലയുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്നതിന് ശേഷമാണല്ലോ ഞാൻ എത്തിയത്. നിങ്ങളിവിടെ എന്നെ കാത്തിരുന്നാൽ മേൽമത്തനല്ലേ, ഞാൻ നിങ്ങളെ കാത്തിരുന്നാലോ? അപ്പം ഞാനില്ലാതെ നിങ്ങളുണ്ടായാൽ നന്മയാണ്, നിങ്ങളില്ലാതെ ഞാനുണ്ടായാൽ നന്മയില്ല. അപ്പം നിങ്ങളല്ലേ വലിയത്. നിങ്ങൾ ആരും വരാതെ ഞാൻ എന്ത് ചെയ്ത് ഇവിടെ അങ്ങനെ പ്രസംഗിച്ച്? നിങ്ങൾ ആരും വന്നില്ല. ഞാൻ പ്രസംഗം തുടങ്ങി, പെരുംപ്രസംഗം. അപ്പൊ ആരോടാൾ പാളിയൊക്കെ എന്താ പറയാ? പഠിച്ചോനെ, നമ്മളെ സ്ഥാനഗതികൾ വന്നല്ലോ. പിരാണ്ട് ഒരു മനുഷ്യല്ല അയാളെ മുന്നിൽ. അയാൾ പ്രസംഗിക്കന്നെ അയാൾക്ക് എന്തോ സുഖം. അതേ സമയത്ത് നിങ്ങളിവിടെ ഇരുന്നു, ഞാൻ വന്നിട്ടില്ല. നിങ്ങളെപ്പറ്റി ഞങ്ങൾ നന്മയിൽ വരണം. ഉസ്താദ് എപ്പോഴും എത്തും, എന്നാലും വെച്ച് ഞങ്ങൾ ഉണ്ടാവത്തിരിക്കുന്നു. ഞങ്ങളില്ലാതെ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ ഞാൻ പിരാന്തനായി. നിങ്ങളിവിടെ ഇല്ലാതെ ഇപ്പോഴും ഉണ്ടാതിരിക്കലാണ്, അപ്പോഴും ഉണ്ടാതിരിക്കണം. നിങ്ങളെ പണിക്ക് യാതൊരു വ്യത്യാസമുണ്ട്. ഇവിടുന്നാണ് രത്നമുണ്ടായത് എന്ന് നീ ഓർക്കണം. അത് ചേറിന്റെ ഉള്ളിൽ നിന്നാണ്.
എവിടുന്നാണ് പട്ടുനൂലുണ്ടായത് എന്ന് നീ ഓർക്കണം. പട്ടുനൂൽ പുഴുവിന്റെ പൃഷ്ഠത്തിൽ നിന്നുണ്ടായത്. അസൽ എന്നാൽ അത് തേനീച്ചയുടെ ഛർദിയ, തേനീച്ച കുടിച്ച് ഛർദിച്ചതാണ് എന്ത്? തേൻ. ഈ ലോകത്തെ ഏറ്റവും നല്ല സാധനങ്ങളൊക്കെ അതൊക്കെ എവിടുന്നാണ് ഉണ്ടായത്? പുഴു വളരെ അടിയിൽ നിന്നാണ് നല്ലതുണ്ടാകുക, മേൽനിന്നൊന്നും ഉണ്ടാകാനില്ല. ഒരു വസ്തുവിന്റെ അവസാനത്തെ സാധനമാണ് എന്ത്? കായ, പൂവ്, കായ. ഇനി ഈ കായക്ക് അല്ലാഹു തആല ഈ കായക്ക് പ്രജനനത്തിന് അധികാരം അല്ലാഹു കൊടുക്കണമെങ്കിൽ ഈ കായ ഞെട്ടറ്റ് മണ്ണിലേക്ക് വീഴണം. ഈ കായ ഞെട്ടറ്റ് മണ്ണിലേക്ക് വീണാൽ മണ്ണിൽ പൂണ്ട് കിടക്കും, എന്നിട്ട് മുളക്കും. അപ്പോൾ അടുത്തുണ്ടാവും. അപ്പൊ എന്റെ അഹങ്കാരം പോയി. നിലവരെ കായ തണ്ടിനോട് പറയുന്നു, എങ്ങനെ ഉണ്ടേന്ന് ചെക്കന്നേറ്റല്ലേ, ഞാനല്ലേ മഹാൻ. തണ്ടൊന്നും പറയല്ല. തണ്ട് നമ്മ കരുകരുത്ത തണ്ട. തണ്ടിനൊന്നും കഴിയൂല. തണ്ട് ഇളിച്ചു നിൽക്കും. കായ അഹങ്കാരം പറയും, എനിക്ക് വേണ്ടി, ഞാൻ വരാൻ വേണ്ടി പൂവുണ്ടായില്ലേ, പൂവിന്റെ ശേഷല്ലേ ഞാൻ വന്നത്, പൂ എന്നിട്ട് ഞാൻ വരൂല. പൂവിന്റെ ചുരുക്കണ്ട് എത്ര ആളുകൾ കാത്തുന്നതാണ്, ഞാനാണ് മഹാൻ. ആര് പറഞ്ഞു? കായ. ഈ കായക്ക് രണ്ടവസ്ഥ ഉണ്ട്. ഒന്ന് കക്കൂസിലെത്തുക. തണ്ടൊരിക്കലും കക്കൂസിലെത്തില്ല. തണ്ട് ഫർണിച്ചർ 1000 കൊല്ലം നിലനിൽക്കും. കൈനാൽ പൊന്താൻ തന്നെ പോയിട്ടില്ല, പിന്നല്ലേ താവണ്ടിയില്ല. അഹങ്കാരം പറഞ്ഞില്ല. കായയോ, കായക്ക് ഇനി ഒരു അവസ്ഥ ഉണ്ട്. അത് മണ്ണിൽ ചാടണം, മറയണം. അത് മണ്ണിന്റെ ഉള്ളിൽ മറയണം. അതിന്റെ മേലെ എന്ത് മൂടണം? മണ്ണ് മൂടണം. ഈ വലിയ ഇബ്ലീസ് വരെ ആക്ഷേപിക്കാൻ കാരണം മണ്ണിനെയാ. ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. മണ്ണിൽ നിന്ന് പടച്ചതല്ലേ എന്ന് പറഞ്ഞ് അപ്പൊ ആക്ഷേപിക്കപ്പെട്ടത് എന്തിന്റെ ഹൈത്യത്തിലാണ്? മിൻ ഹൈസ് തീനിയതുഹു, മണ്ണീയത്ത്. ആ മണ്ണീയത്തിനാണ്. ഇത് മണ്ണെന്ന്, മണ്ണ് കായയെ മറച്ചു. അപ്പൊ ഞെട്ടറ്റ് വീണു. അഹങ്കാരം പറഞ്ഞ കായ ഞെട്ടറ്റ് വീണു. തണ്ടപ്പോഴൊന്നും മിണ്ടിയില്ല. പാവം. അഹങ്കാരം പറഞ്ഞപ്പോഴും മിണ്ടിയില്ല, ഞെട്ടറ്റ് വീണപ്പോഴും മിണ്ടിയില്ല. പിന്നെ എന്ത് ചെയ്ത്? പിന്നെ അത് മണ്ണിൽ നിന്ന് എന്റെ അഹങ്കാരം മുഴുവനും പോയി. ഇനി എനിക്ക് പൊങ്ങാൻ കഴിയുകയില്ലല്ലോ റബ്ബേ എന്ന അവസ്ഥയിലേക്ക് അത് മണ്ണിൽ മൂടിപ്പോയി. അപ്പോഴാണ് അല്ലാഹു തആല, ഇനി എനിക്ക് പൊങ്ങാൻ കഴിയൂലല്ലോ പടച്ചോനെ, ഞാൻ നശിച്ചല്ലോ, വേദനയായി റബ്ബേ, ഞാൻ എവിടെയായിരുന്നു ഉണ്ടായിരുന്നു, ഞാൻ എവിടെ എത്തി റബ്ബേ എന്ന് വിട്ട് വിളിച്ചു കേണപ്പോൾ വിത്തിനെയും കുരുവിനെയും മുള പൊട്ടിക്കുന്ന രാജാധിരാജൻ മുള കൊടുത്തു. എന്തേ? അപ്പോഴത്തിന് വിത്തിന്റെ അഹങ്കാരമെല്ലാം പോയി. നമിക്കുകയിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമിക്കുകിൽ ഉയരാം. നീ എത്ര അടി പോകുന്നോ അത്ര നിനക്ക് ഉയർന്നു പോകാം. നമിക്കുമ്പോഴോ അടിപ്പോന്റെ സന്തോഷം ഉയരാമെന്ന, ഉയർന്നവന്റെ ദുഃഖം നീ പോയി വീഴുമ്പോൾ ഊരക്ക് വേദനയാവുക. ഒരാൾ ഇങ്ങനെ പതിഞ്ഞു, കുരുക്കള് കതിഞ്ഞാൽ കുരുക്കക്കിനുള്ള അവസ്ഥ എന്താ? പൊങ്ങണം. പൊങ്ങിയിട്ട് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ കുരുക്കക്ക് വെച്ചറോ. എന്ത്? പുറത്ത് പല ജാതി ആയുധമുണ്ട്. കളരിയിൽ ഏതെങ്കിലും ആയുധത്തുമൊക്കെ വീണാൽ ചണ്ടിന്റെ മേലെ കുത്തിക്കയറി അത് മതിയാവും ജീവൻ പോകാൻ. അപ്പോൾ താഴേക്ക് അമർന്നപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം മേലെ എത്തിയപ്പോൾ ദുഃഖായി. എപ്പോഴും മേലെ ദുഃഖാണ്, താഴെയാണ് സന്തോഷം. പിന്നെ എന്ത് വേണം? റബ്ബ് ഏറ്റെടുക്കണം. റബ്ബിന്റെ ടൂളായാൽ തോട്ടിയാക്കിയതും മാനത്തെത്തിച്ചു ദുഃഖ ഉടമക്കാരനാ. അടിമക്ക് ടൂളിന് അവിടെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരു മനുഷ്യന് മൽക്കലും മഷ്റബ് മൽബസ്, വസ്ത്രാലങ്കാരം, പെണ്ണുങ്ങളെ സ്വഭാവം, വസ്ത്രം മാറ്റുക, ഓരോ കല്യാണത്തിനും ഓരോ വസ്ത്രം എടുക്കുക, ഓരോ നിശ്ചയത്തിനും ഓരോ സൽക്കാരത്തിനും ഓരോ തരം വസ്ത്രം എടുക്കുക. ഇതൊക്കെ ആരുടെ സ്വഭാവമാണ്? പെണ്ണുങ്ങളെ സ്വഭാവം. അതുകൊണ്ട് തന്നെ ഒരു നബി ഇല്ലല്ലോ, പെണ്ണായ നബി ഉണ്ട്. ഓരോ വസ്ത്രം കണ്ണാടിയും ചീർപ്പ് കൊടുക്കുമ്പോൾ പുറത്തുള്ള മനുഷ്യന്മാർ പോകും. ഒരു മുടഞ്ഞ് കെട്ടി വൃത്തിയാക്കി എല്ലാം കൂടി കഴിഞ്ഞിറങ്ങിയപ്പോഴത്തിന് മനുഷ്യന്മാർ ഒരു വസ്ത്രാലങ്കാരം, അവന്റെ മേക്കപ്പും കഴിഞ്ഞപ്പോഴത്തിന് 8 മണിക്ക് പരിപാടി ആരംഭിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ 10 മണിക്ക് ആരംഭിക്കാൻ കഴിയൂല. അതുകൊണ്ട് അല്ലാഹു തആല ഒരു നബിനും പെണ്ണാക്കില്ല. കാരണം അവർക്ക് വസ്ത്രാലങ്കാരമുണ്ട്, പലതുണ്ട്. ഇതേ സ്വഭാവം ആർക്ക് വരിക? ആണിനും വരിക,
തിന്നുക, കുടിക്കുക, അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ പേരിൽ പെണ്ണുങ്ങളെ ആക്ഷേപിക്കുക, വസ്ത്രം, അലങ്കാരം, അത് കാര്യം, ഇത് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഷഹ്വാത്തി വൈകാരികത കൊണ്ട് സുഖെടുക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പെണ്ണിൻ്റെ കാര്യത്തിൽ, ആണിൻ്റെ കാര്യത്തിൽ ഭാര്യയുടെ ചിന്ത എന്തായിരിക്കും? ഇനിയിപ്പോൾ മൂപ്പരോടൊന്ന് വർത്താനം പറഞ്ഞ് മൂപ്പരൊപ്പം ഒന്ന് കിടന്നുറങ്ങണമെങ്കിൽ എപ്പോഴാണാവുക ഈ മനുഷ്യൻ വരിക എന്ന ചിന്തയാണ് ആർക്കുണ്ടാവുക? പെണ്ണിനുണ്ടാവുക. ആണോ? ആണ് ബോധമുള്ളവനാണെങ്കിൽ പൊരയെ നിറഞ്ഞത് മറന്നു പോകും. ഓനും ചിന്ത വന്നു ഇനി എപ്പോഴാണ് പെരയിലെത്തുക, അപ്പം പെണ്ണായി. അവന് രാത്രി 10 മണി വരെ വർക്കാ. അവൻ്റെ കുടുംബത്തിനും വ്യക്തി സമൂഹം ഇതൊക്കെ പണിയാ. 10 മണിയായപ്പോൾ കൂടെ ഇരിക്കണവൾ പറഞ്ഞു ഇനി പെരയിൽ പോയാലോ, അപ്പം ഓടി. നാട്ടിൽ പല പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തീർക്കണം. സ്കൂളുണ്ട്, മദ്രസുണ്ട്, പല ജാതി പ്രശ്നങ്ങളുണ്ട്, പലതും തീർക്കേണ്ടതുണ്ട്. 10 മണി 9-9:30 ആയപ്പോൾ കൂടെ ഇരിക്കണവൾ പറഞ്ഞു അല്ല ഉറങ്ങണ്ടേ, എന്നാ പോവാ. അപ്പോൾ എന്നെ ആലോചിച്ച് അവനെ കൂടെ നാട്ടിൽ പലതും നടക്കും. നേരെ മറിച്ച് പൊരേന്ന് ഇറങ്ങണോടുകൂടെ തന്നെ പൊരയൊക്കെ തിരിച്ചെത്തണം എന്ന് ഉദ്ദേശമുള്ള ആളാണെങ്കിൽ അവനെ കൊണ്ടൊന്നും നടക്കൂല, ഒന്നും നടക്കൂല. കാര്യബോധമുള്ള ആണുങ്ങളെ പെണ്ണുങ്ങളെ എപ്പോഴും ആക്ഷേപിക്കുന്ന ഒരു വാക്കുണ്ട്. നിങ്ങൾക്കിനും ഇവിടെ നിറഞ്ഞാൽ ഇവിടുത്തെ കാര്യം ചിന്തല്ലല്ലോ. ശരിയാണ്, നമുക്ക് ചിന്തിക്കാൻ നേരമില്ല. കാണുമ്പോൾ വലിയ കിന്നാരാണ്, പുറത്തിറങ്ങിയ പിന്നെ ചിന്തല്ല. സത്യമാണ്, ഞാൻ പെണ്ണല്ല. അങ്ങനെയല്ലേ ഇനി മറുപടി? എന്തുകൊണ്ട്? അവന് അതിലല്ല ഹമ്മ്. ഓൻ്റെ വ്യക്തിത്വം നന്നാക്കണം, അടുത്ത തലമുറനെ നന്നാക്കണം, നിലനിൽക്കുന്ന ആളുകളെ നന്നാക്കണം, പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. മനുഷ്യന്മാർ സൗകര്യം ഉണ്ടെങ്കിൽ തന്നെ പള്ളിയെ കയറാത്തൊരു സൗകര്യം ഇല്ലാത്ത കയറും. സൗകര്യം ഉള്ള മദ്രസയിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ നാട്ടിലെ കുട്ടികളെ എങ്ങനെ ഇങ്ങോട്ട് വരിക? അപ്പോൾ നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തെ ശമ്പളം തന്നെ മൂല്യമാർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ വേഗം ഓടണം. അങ്ങനെ പ്രശ്നം പരിഹരിച്ചു, അവിടെ ഇവിടെ ഓടി കഷ്ടപ്പെട്ടു, എന്നിട്ടിത് നടക്കുള്ളൂ. അപ്പോഴത്തേനും അതിൻ്റെ അപ്പുറത്ത് വേറെയും പ്രശ്നങ്ങളുണ്ട്. ജില്ലയിലെ പ്രശ്നം വേറുണ്ട്, സംസ്ഥാനത്ത് നേതാക്കന്മാർ ഇന്നാലിന് ഇത്രാം തീയതി നമ്മളെല്ലാവരും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്, നാട്ടിൽ പല ജാതി പ്രശ്നമുണ്ട്, സമുദായത്തിനെതിരെ നമ്മൾ ഒന്നിച്ച് നിന്ന് അപ്പോൾ അതിനും പണിയെടുക്കണം. ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ എന്ത് ഇല്ല പോരെ, എന്ത് ചിന്തിക്കണ നേരം? നിങ്ങൾക്ക് 2 മൊബൈൽ 3 മൊബൈൽ ഉണ്ടായിട്ട് എന്താ കാര്യം? നമ്മളൊരു കഷ്ടപ്പെടുത്തും ഇറങ്ങിയ അവിടെ വിളിക്കലുണ്ടോ? എന്തുകൊണ്ട്? ഇറങ്ങിയാൽ കഴിഞ്ഞു, ഗേറ്റ് കാണുന്ന പിന്നെ ചിന്തല്ല, ഓർമ്മയില്ല. അതേസമയത്ത് ഭർത്താവിൽ മാത്രമാണ് ചിന്ത. ആർക്ക്? ഭാര്യക്ക്. അവൾ പെണ്ണും പിന്നെ ആണുമാണ്. പിന്നെ ഒരുപാട് സാമൂഹിക കാര്യങ്ങൾ അവൻ്റെ തലയിലാണ്. ഭർത്താവിന് നല്ല ഭക്ഷണം ഉണ്ടാക്കണം. അതേസമയത്ത് ഭർത്താവ് ആലോചിച്ചു, ഭർത്താവ് നല്ല ഭക്ഷണം ഉണ്ടാക്കി, മൂപ്പരെത്തിയില്ല. എന്തുകൊണ്ട്? മറ്റന്നാ ജനറൽ ബോഡിയാണ്, അതിൻ്റെ മുമ്പ് കണക്കുകൾ ക്ലിയർ ആക്കണം. ചില കണക്കുകൾ ക്ലിയറായി കിട്ടണില്ല, കഷ്ടപ്പെട്ടിട്ടും കണക്ക് ശരിയാണില്ല. അങ്ങനെയൊക്കെ വരാലോ. അപ്പോൾ എന്തായ ഭയങ്കര പ്രശ്നമായി, പ്രയാസമായി. അവൾക്ക് പ്രയാസമായി, ഇപ്പോൾ ഭക്ഷണത്തിന് ഉണ്ടാക്കി എത്തിയില്ല. ഓന് പൊരേന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്ത് ചെയ്തു? അവൻ്റെ ചിന്ത എന്താണ്? അവൾ നല്ല ഭക്ഷണം ഉണ്ടാക്കും, 10 മണി തിരിച്ചെത്തണം. അങ്ങനെ ചിന്തിക്കുന്ന തെറ്റൊന്നുമല്ല. പക്ഷെ അതേ സമയത്ത് ചില ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. അവരുടെ ഉത്തരവാദിത്വം വളരെ വലുതായിരിക്കും. ഒരു മനുഷ്യന് അവന് യാതൊരു ഹമ്മുമില്ല. ഇവർക്ക് അതല്ലാത്ത വസ്ത്രം, മറ്റത് മറിച്ച് തിന്ന് കുടി, ഇതല്ലാത്ത ചിന്തല്ല എങ്കിൽ എന്ന്